إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, MICR-ലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മീയ ചൂഷണങ്ങൾ മറനീക്കുമ്പോൾ എന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയതക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച അല്ലാഹുവിന്റെ മതം, ആത്മീയത നേരിന്റെ പാതയിലൂടെ മാത്രം മുന്നോട്ടു പോകണം എന്ന് നിഷ്കർഷതയുള്ള ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ മാർഗത്തിൽ ആവശ്യമായ മുഴുവൻ നിയമങ്ങളും പ്രപഞ്ചനാഥൻ അവന്റെ മതമായ ഇസ്ലാമിലൂടെ മാനവലോകത്തെ പഠിപ്പിച്ചു. ഇസ്ലാം ആണയിട്ട് പറയുന്ന, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഗൗരവപൂർവം മാനവരാശിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ആത്മീയത ഒരിക്കലും വഴിതെറ്റി സഞ്ചരിച്ചുകൂടാ. അത് നേരായ പാതയിലൂടെ മാത്രമേ മുന്നോട്ടു പോകാൻ പാടുള്ളൂ. ആത്മീയത വഴിതെറ്റി സഞ്ചരിക്കാൻ തുടങ്ങിയാൽ
മനുഷ്യന് കനത്ത നഷ്ടമുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. ആത്യന്തികമായ മനുഷ്യൻ നേടിയെടുക്കേണ്ട അവന്റെ മോക്ഷം കൈമോശം സംഭവിക്കാൻ, നഷ്ടപ്പെടാൻ ആത്മീയത വഴിതെറ്റിയാൽ കാരണമാകുമെന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ഈ ലോകത്തേക്ക് വിവിധ കാലഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്തിനായിരുന്നു പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നത്? മനുഷ്യനിലെ ആത്മാവിനെ സത്യപാതയിലൂടെ വഴി നടത്തുന്നതിനു വേണ്ടി, ആ ആത്മാവിനെ പരിശുദ്ധീകരിക്കാൻ ആവശ്യമായ, അതിനെ പരിപോഷിപ്പിക്കുവാൻ ആവശ്യമായ, അതിനെ സംസ്കരിച്ചെടുക്കുവാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ മാനവകുലത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തേക്ക് പ്രവാചകന്മാർ നിയോഗിതരായത്. അതിനാവശ്യമായ സർവ്വ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രവാചകന്മാരിലൂടെ വിവിധ കാലഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിപ്പിച്ചു. മഹാനായ ആദം അലൈഹിസ്സലാം മുതൽ അന്തിമദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരും മുഴുവനും നിയോഗിക്കപ്പെട്ടത് മനുഷ്യനെ ആത്മീയമായി ശുദ്ധീകരിക്കാൻ തന്നെയായിരുന്നു. ആത്മീയമായി ശുദ്ധീകരിക്കുന്ന മാർഗത്തിൽ കളങ്കം ചാർത്തുന്ന ആളുകൾ, അവർക്കെതിരെ അതിശക്തമായ മുന്നറിയിപ്പാണ് പ്രവാചകന്മാർ നൽകിയത്. വിശുദ്ധ ഖുർആനിന്റെ താളുകൾ നമ്മൾ മറിക്കുകയാണെങ്കിൽ കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ചരിത്രം വിശദീകരിക്കുന്നതിനിടയിൽ പല കാലഘട്ടങ്ങളിലും മനുഷ്യനെ ആത്മീയമായി വഴിതെറ്റിക്കാൻ പല പൈശാചിക ശക്തികളും അതികഠിനമായ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വയം ദിവ്യത്വം അവകാശപ്പെട്ടവരുണ്ടായിരുന്നു, ആൾ ദൈവങ്ങളായി ചമഞ്ഞവരുണ്ടായിരുന്നു. മരണപ്പെട്ടുപോയ മഹാന്മാർക്ക് ദൈവികമായ ശക്തിയുണ്ടെന്ന് പറഞ്ഞു അവരിൽ ദിവ്യത്വം ആരോപിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഗതകാല സമൂഹങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ എതിരിൽ അതിശക്തമായ ഇസ്ലാമിന്റെ ശുദ്ധമായ സന്ദേശം പ്രബോധനം ചെയ്യുകയാണ് സഹോദരന്മാരെ പ്രവാചകന്മാര് ചെയ്തത്. ആ മാർഗത്തിൽ അവസാനമായി നിയോഗിക്കപ്പെട്ട അന്തിമദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടെ ആത്മീയതക്കാവശ്യമായ മുഴുവൻ നിയമനിർദ്ദേശങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ആ മാർഗത്തിൽ, ഇനി ആ വിഷയത്തിൽ മറ്റൊരാളുടെ ആവശ്യമില്ല, രംഗപ്രവേശനം ആവശ്യമേ അല്ല. ഇനി ഒരാളും രംഗപ്രവേശനം ചെയ്യാൻ ആവശ്യമില്ലാത്ത നിലക്ക് തന്നെ എങ്ങനെ മനുഷ്യന് ശരിയായ ആത്മീയതയിലേക്ക് ആത്മീയത കൈവരിക്കാനാകുമെന്ന് അല്ലാഹുവിന്റെ റസൂലിലൂടെ ലോകത്തെ പഠിപ്പിച്ചു പ്രപഞ്ചനാഥനായ നമ്മുടെ സ്രഷ്ടാവ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജനങ്ങളെ, നിങ്ങൾക്ക് സ്വർഗമാകുന്ന മോക്ഷം അത് കൈവരിക്കാൻ ആവശ്യമായ ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളെ മുഴുവനും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാതിരുന്നിട്ടില്ല. നിങ്ങളെ നാശത്തിലേക്ക് എത്തിക്കുന്ന, നരകത്തിന്റെ അഗാധഗർത്തങ്ങളിലേക്ക് എത്തിക്കുന്ന ഏതെല്ലാം തിന്മകളുണ്ടോ, അരുതായ്മകളുണ്ടോ, അത് മുഴുവനും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാതെ, താക്കീത് നൽകാതെ ഈ പ്രവാചകൻ നിങ്ങളിൽ നിന്ന് വിട ചോദിക്കുന്നില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വളരെ കൃത്യമായി ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ശരിയായ ആത്മീയതയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നതിനു വേണ്ടി എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞത്? എന്താണ് അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിന്റെ രത്നചുരുക്കം എന്താണ്? മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് വായു നൽകിയ, നിങ്ങൾക്ക് വെള്ളം നൽകിയ, നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ സർവ്വവിധ സംവിധാനങ്ങളും അനുഗ്രഹങ്ങളും നൽകിയ നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ സ്രഷ്ടാവ്, നിങ്ങളുടെ സൃഷ്ടികർത്താവ്, ആ സൃഷ്ടികർത്താവ് നിങ്ങളോട് ഏറ്റവും സമീപസ്ഥനാണ്. അവൻ നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവനാണ്. അവൻ മനുഷ്യരെ നിങ്ങളുടെ ഹൃദയങ്ങളുടെ രഹസ്യമറിയുന്നവനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെക്കാൾ അറിയുന്നവനാണ് നിങ്ങളുടെ സൃഷ്ടികർത്താവായ നിങ്ങളുടെ രക്ഷിതാവ്. ആ രക്ഷിതാവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതിനു വേണ്ടിയോ, ആ സൃഷ്ടാവിലേക്ക് നിങ്ങൾക്ക് സാമീപ്യം ലഭിക്കുന്നതിനു വേണ്ടിയോ ഇടയാളന്മാരെയോ മധ്യവർത്തികളെയോ, നിങ്ങളെപ്പോലെ ചാബല്യങ്ങളുള്ള, കഴിവുകേടുകളുള്ള, ഉറക്കമുള്ള, മയക്കമുള്ള, ക്ഷീണമുള്ള, രോഗം പോലുള്ള വസ്തുക്കളെയോ ഇടയാളന്മാരായി സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ പടച്ച സ്രഷ്ടാവ് നിങ്ങളെക്കാൾ നിങ്ങളെ സംബന്ധിച്ചറിയുന്നവനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. നോക്കൂ, നിങ്ങൾ ഖുർആനിന്റെ അധ്യാപനം എത്ര സുന്ദരമാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യനെ നാമാണ് പടച്ചിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ. ആ മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ അറിവെങ്ങനെയാണ്? വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യന്റെ ആത്മാവ്, അതല്ലെങ്കിൽ അവന്റെ മനസ്സ് അവനോട് മന്ത്രിക്കുന്നതെന്തോ അത് നാം അറിയുന്നു. നമ്മുടെ മനസ്സ് നമ്മളോട് മന്ത്രിക്കുന്ന ഹൃദയരഹസ്യമുണ്ടല്ലോ, അത് നമ്മെ പടച്ച നാഥനറിയുമെന്നാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ തന്നെ അവനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നാഡിയാണല്ലോ അവന്റെ കണ്ഠനാഡി അഥവാ ജീവനാഡി. ആ ജീവനാഡിയേക്കാൾ സമീപസ്ഥനാണ് നിങ്ങളെ പടച്ച നിങ്ങളുടെ നാഥൻ. ഖുർആൻ ആ സന്ദേശമല്ലേ നൽകുന്നത്? അല്ല പറഞ്ഞത് അങ്ങനെയല്ലേ? വനഹ്നു അഖറബു ഇലൈഹി, നാം ആ മനുഷ്യനിലേക്ക് അടുപ്പമുള്ളവനാണ്, സമീപസ്ഥനാണ്. മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ഠനാഡിയേക്കാൾ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ഇസ്ലാം മാനവരാശിയോട് പറയുന്നു, ആത്മീയത അന്വേഷിക്കേണ്ട മനുഷ്യൻ ശരിയായ ആത്മീയതയിലേക്ക് അവൻ എത്തിച്ചേരണമെങ്കിൽ അവനെ പടച്ച നാഥനെ അവൻ അറിയണം, അവനെ പടച്ച റബ്ബിനെ അവൻ മനസ്സിലാക്കണം, അവന്റെ പ്രത്യേകത അവൻ അറിയണം. എന്നിട്ട് ആ റബ്ബിങ്കലേക്ക് അടുക്കുകയല്ലാതെ, സൃഷ്ടാവിങ്കലേക്കുള്ള വഴി അന്വേഷിക്കുകയല്ലാതെ മറ്റൊന്നും ആത്മീയതക്കായി വഴിയില്ലെന്നല്ലേ ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമിന്റെ സന്ദേശമായി പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരാണ് അല്ലാഹു, ആരാണ് നിങ്ങളെ പടച്ച സൃഷ്ടാവ്? അവൻ അലീമാണ്, അവൻ സർവ്വതും അറിയുന്നവനാണ്, അവൻ സമീആണ്, എല്ലാം കേൾക്കുന്നവനാകുന്നു. അവന്റെ കേൾവിയിൽ നിന്നൊന്നും തന്നെ മറഞ്ഞു പോകുകയില്ല, അവൻ കേൾക്കാത്തതൊന്നും തന്നെയില്ല. അവന്റെ അറിവ് പ്രവിശാലമാണ്, അവന്റെ അറിവിനോളം അവന്റെ പടപ്പുകളുടെ ഒരാളുടെയും അറിവെത്തുകയില്ല, ഒരു പടപ്പിനും അവനോളം അറിയുകയില്ല. അവൻ വിശാലമായി അറിയുന്നവനാണ്. അവൻ ഭാവി അറിയുന്നു, വർത്തമാനം അറിയുന്നു, കഴിഞ്ഞുപോയ ഗതകാല സംഭവങ്ങളും കഴിഞ്ഞ വർത്തമാനങ്ങളും എല്ലാം അവൻ അറിയുന്നു. ഭാവിയോ ഭൂതമോ വർത്തമാനമോ വ്യത്യാസമില്ലാതെ സർവ്വ വിവരങ്ങളുടെയും ഉടമയാകുന്നു നമ്മുടെ നാഥനായ അല്ലാഹു. ഈ അവകാശവാദം അവന്റെ പടപ്പുകളിൽ ആർക്ക് അവകാശം ഉന്നയിക്കാൻ കഴിയും? ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, എല്ലാം അറിയുന്ന ഒരു പടപ്പ് ഈ ലോകത്തുണ്ടോ? എല്ലാം അറിയുന്ന അവന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി ഈ ലോകത്തുണ്ടോ?
ആർക്ക് പറയാൻ കഴിയും? യേശുക്രിസ്തു ജീവിച്ച കാലഘട്ടത്തിൽ അദ്ദേഹവുമായി പരിചയമുള്ള ചില ആളുകളുടെ പ്രത്യക്ഷമായ ചില കാര്യങ്ങൾ മാത്രമല്ലേ മഹാനായ ഈസാ അലൈഹിസ്സലാം അതല്ലെങ്കിൽ ക്രൈസ്തവരുടെ പ്രഭാഷാപ്രകാരം യേശുക്രിസ്തു മനസ്സിലാക്കിയത്? ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ അങ്ങനെയാണ്. മുഹിയുദ്ദീൻ ശൈഖ് അങ്ങനെയായിരുന്നു. ബീവിമാരും തങ്ങന്മാരും സ്വാമിമാരുമൊക്കെ അങ്ങനെയാണ്. അവർക്ക് ഭാവി അറിയുമോ? അവർക്ക് വർത്തമാനകാലത്തിൽ തന്നെ നടക്കുന്നതെല്ലാം അറിയുമോ? കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ സംഭവിച്ചതവർക്കറിയുമോ? പ്രവാചകന്മാർക്കറിയുമായിരുന്നു? ആർക്കും അറിയില്ല. അതുകൊണ്ട് ഏകനായ സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ പ്രത്യേകത അവനെല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും മാത്രമല്ല, അൽ ഹയ്യു എന്നും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു അവൻ. ആത്മീയത പഠിപ്പിക്കുകയാണ് ഇസ്ലാം. മനുഷ്യനെ ശരിയായ ആത്മീയതയിലേക്ക് വഴി നടത്തുകയായിരുന്നു പ്രവാചകന്മാർ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കേണ്ട യഥാർത്ഥ ദൈവമാരാണ്, സൃഷ്ടാവാരാണ്. അവന്റെ പ്രത്യേകത അവൻ അൽ ഹയ്യു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നും ജീവിച്ചിരിക്കുന്നവന് ഇലാഹാകാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാമല്ലോ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കിടക്കുമ്പോൾ മുസ്ലിമീങ്ങളെ ഓതുന്ന പാരായണം ചെയ്യുന്ന ഒരു വചനം ഈ ലോകത്തിന്റെ നാഥനെ വളരെ കൃത്യമായി പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു സാക്ഷാൽ ദൈവമായ അല്ലാഹ് ആരാണെന്നോ, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനായി മറ്റൊരാളുമില്ല. ജനങ്ങളെ, മനുഷ്യരെ, എങ്ങനെയാണവൻ, എന്തുകൊണ്ടാണവൻ ആരാധ്യനാകുന്നത്? എന്തുകൊണ്ടാണവൻ സാക്ഷാൽ ദൈവമാകുന്നത്? മറ്റുള്ള ദൈവങ്ങളെയെല്ലാം ഇസ്ലാം അതിശക്തമായി വിമർശിക്കാനുള്ള കാരണം എന്താണ്? ആ യഥാർത്ഥ റബ്ബിന്റെ യോഗ്യത മറ്റൊരാൾക്കുമില്ല. അവൻ അൽ ഹയ്യു, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നും ജീവിക്കുന്നവനെ ദൈവമാകാൻ യോഗ്യനാവുകയുള്ളൂ. ഇന്ന് ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വതും എന്നും ജീവിക്കുന്നവരാണോ? ഇല്ല. പുട്ടപർത്തിയിലെ ബാബയെ ആരാധിച്ചിരുന്നവർ ചിന്തിച്ചിരുന്നു, ഞങ്ങളുടെ ബാബയ്ക്ക് മരണമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ബാബ പരിഹാരമാണെന്ന് ചിന്തിച്ച് മനക്കോട്ട കെട്ടി ജീവിച്ച ആളുകളുടെ മുന്നിൽ പുട്ടപർത്തിയിലെ ബാബയുള്ളതാ മരണത്തിന്റെ ആസ്വാദം രുചിച്ചുപോയി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. തങ്ങന്മാരെയും ബീവിമാരെയും സ്വാമിമാരെയും സിദ്ധന്മാരെയും അച്ഛന്മാരെയും ഒക്കെ പൂജിക്കുന്ന ആളുകൾ, ആ അച്ഛന്മാരും ആ നിലക്കുള്ള സ്വാമിമാരും തങ്ങന്മാരും ഈ സർവ്വ ചൂഷകവർഗങ്ങളും മരണമാകുന്ന പരമസത്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടവരാണ്. ഇനിയോ ഇപ്പോൾ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ, ഏതൊക്കെ ആൾ ദൈവങ്ങളുണ്ടോ, അവരൊക്കെ മരണം രുചിക്കാനിരിക്കുന്നവരാണ്. എല്ലാവരും മരിക്കും. മരിക്കുന്നവർക്കൊന്നും യഥാർത്ഥത്തിൽ ദൈവമാകാൻ അവകാശമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നു. നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ. ഈ ദൈവങ്ങൾ അവർ ജന്മമെടുക്കുന്നതിന് മുമ്പ് ലോകത്ത് മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് നേരുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം? ഇവർ ജനിച്ചു കഴിഞ്ഞാൽ ഇനി ഇവർ മരിക്കും ചെയ്യും. ഇവർ മരണപ്പെട്ടു കഴിഞ്ഞാലും ലോകത്ത് മനുഷ്യർക്ക് പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ ദൈവങ്ങളാകാൻ അവകാശമില്ല. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവമാകേണ്ടത് അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്ന നാഥനാണ് സാക്ഷാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അവനെ ആരാധിക്കണം. എന്നിട്ടല്ല പറയാണ്, ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ആ സൃഷ്ടാവിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അവനൊരു മയക്കമോ ഉറക്കമോ പോലും അവനെ പിടികൂടുകയില്ല. ഒന്നാലോചിച്ചു നോക്കൂ. ദൈവം ഉറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അല്ലേ? ഭക്തജനങ്ങൾ കഷ്ടപ്പാടിലാകുന്ന സമയത്ത് ദൈവം ഉറങ്ങിക്കിടക്കുകയാണ്. ആരാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക? ആര് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും? രാത്രിയിൽ അതാ നമുക്കൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്ന് ചിന്തിക്കൂ സഹോദരങ്ങളെ. നെഞ്ചുവേദന അസഹ്യമായ നേരത്ത് മനുഷ്യൻ അതാ അവൻ ആരാധിക്കുന്ന ആരാധ്യനിലേക്ക് അവന്റെ മനസ്സടുക്കുകയാണ്.
കൈനീട്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടോ അവൻ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അവന്റെ മനസ്സ് വിങ്ങുന്നത് ഏതെങ്കിലും ഒരു ആൾ ദൈവത്തോടാണെങ്കിൽ, ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആ ആൾ ദൈവമാണെങ്കിൽ ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബാരാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവന് ഉറക്കമോ മയക്കമോ പിടിപെടുകയില്ല. എപ്പോൾ വിളിച്ചാലും അവൻ കേൾക്കും. അവൻ മനുഷ്യരുടെ ഹൃദയമറിയുന്നു. അവന് മരണമില്ല എന്നീ ലോകത്തെ സദാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാക്ഷാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ അറിയലാണ്, അവനെ മനസ്സിലാക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യലാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള അന്തിമ പരിഹാരമെന്നാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ലോകത്തേക്ക് നിയോഗിതരായ സർവ്വപ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ചത്. ഖുർആൻ പറഞ്ഞില്ലേ, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവന്റെ മേലാകട്ടെ നീ ഭരമേൽപ്പിക്കേണ്ടത്, മരണമില്ലാത്തവന്റെ മേൽ ഭരമേൽപ്പിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ നേരായ പാത, ഈ ശരിയായ മാർഗം, ഈ ആത്മീയതയുടെ കളങ്കമില്ലാത്ത ഈ സത്യപാത, ഈ സത്യപാതയിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് ഇന്ന് ലോകത്ത് ആത്മീയത ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കക്ഷികൾ. മുഴുവൻ കക്ഷികളും ആത്മീയതയുടെ പേരിൽ ഞങ്ങളാണ് സമാധാനം നൽകുന്നവർ, ഞങ്ങളാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നവർ, ഞങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് വരൂ, ഞങ്ങളുടെ മഠങ്ങളിലേക്ക് വരൂ, ഞങ്ങളുടെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് വരൂ, നിങ്ങൾക്ക് ഞങ്ങൾ സമാധാനം നൽകാം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ ആത്മീയത ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വ കക്ഷികളും ഈ ലോകത്തേക്ക് നിയോഗിതരായ പ്രവാചകന്മാർ പഠിപ്പിച്ച ആത്മീയതയുടെ ശുദ്ധമായ കലർപ്പില്ലാത്ത പാതയിൽ നിന്ന് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാനുള്ള സാഹചര്യം പല ആളുകൾക്കും അറിയാം. നിങ്ങൾ നോക്കൂ, ഇന്നും സോഷ്യൽ മീഡിയകളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ അതിശക്തമായ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആത്മീയ രംഗത്തുള്ള ചൂഷണങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വ്യാപകമായ നിലയ്ക്ക് തന്നെ ഒരു ചർച്ച നടന്നിരുന്നു. എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നു ആത്മീയ രംഗത്ത് ചൂഷണം ചെയ്യുന്ന പിശാചുക്കൾ. നമ്മുടെ നാട്ടിൽ ഒരു സ്വാമിയെ പിടികൂടി. ആ സ്വാമിയെ പിടികൂടിയതിന്റെ അനന്തരഫലമായി പിന്നെ നടന്ന അന്വേഷണങ്ങളിലൂടെ വലിയ വലിയ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ ആത്മീയ ചൂഷണ ആൾ ദൈവങ്ങളെയും ഒക്കെ കൈയോടെ പിടികൂടിയത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നാൽ അതിന്റെ ഒരു ബാക്കി എന്നോണം ഒരു പുതിയ ചർച്ച ഇതാ കേരളത്തിൽ എന്ന് വേണ്ട ലോകത്തിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ്? ആത്മീയതയുടെ മറവിൽ അമർധാനന്ദമായി എന്ന് പറയുന്ന ആൾ ദൈവം, ആ ആൾ ദൈവത്തിന്റെ മഠത്തിൽ അതല്ലെങ്കിൽ ആശ്രമത്തിൽ നടക്കുന്ന ചൂഷണങ്ങളും തട്ടിപ്പുകളും ലോകതലത്തിൽ തന്നെ വലിയ വാർത്തയായിരിക്കുകയാണ്. ആ ആൾ ദൈവത്തിന്റെ കൂടെ വർഷങ്ങൾ ചിലവഴിച്ച ഏകദേശം 20 വർഷങ്ങളോളം സന്തത സഹചാരിയായി എല്ലാവിധ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും പങ്കുകൊണ്ട് ആ ആശ്രമത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും മനസ്സിലാക്കിയ ഒരു വിദേശ വനിത, ഓസ്ട്രേലിയക്കാരിയായ ഗെയിൻ ട്രേഡ്വെൽ എന്ന് പറയുന്ന ഗായത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വനിത എഴുതിയ ഒരു പുസ്തകം ഇന്ന് മീഡിയകളിലൂടെ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്? ഹോളി ഹെൽ എന്നാണ്. വിശുദ്ധ നരകം. വിശുദ്ധ നരകം. ആശ്രമത്തിൽ നടക്കുന്ന നഗ്ന സത്യങ്ങൾ തുറന്നെഴുതുകയാണ്. ഒരുപാട് പേജുകളുള്ള പുസ്തകമാണ്. ഇംഗ്ലീഷിലുള്ള പുസ്തകം നെറ്റുകളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ അതിന്റെ മലയാള പരിഭാഷ നിമിഷങ്ങൾക്കകം അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയായിരുന്നു ആളുകൾ. ലോകമത് വായിച്ചു. എന്തായിരുന്നു സഹോദരങ്ങളെ ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്?
ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? ആത്മീയ കേന്ദ്രങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ എന്താണ് ഉണ്ടാവുക എന്ന് നമ്മുടെ മിനിമം ബുദ്ധി വെച്ച് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, കണക്ക് കൂട്ടിയാൽ കിട്ടുന്നതെന്താണോ അതൊക്കെ തന്നെയാണ് ആ പുസ്തകത്തിന്റെ ആകെ തുക. ആത്മീയ കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന ചില കേന്ദ്രങ്ങളുണ്ടല്ലോ നമ്മുടെ നാടുകളിൽ. അതിന്റെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത് അതീവ പ്രയാസമുണ്ടാക്കുന്ന സംഗതികളാണ്. അതെന്താണ് എന്ന് മിനിമം ബുദ്ധി വെച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും. അതൊക്കെ തന്നെയാണ് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം. പേജുകളിൽ കണ്ട ചില രസകരമായ കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. എന്താണ് അതിന്റെ പേജുകളിൽ കാണുന്നത്? ദൈവിക സ്പർശമുണ്ടായത് മുതൽ ഈ ആൾദൈവം ചമയുന്ന അമ്മയ്ക്ക് അശുദ്ധി ഉണ്ടാകാറില്ലത്രേ. അതാണ് അവകാശപ്പെടുന്നത്. അശുദ്ധി തീണ്ടാത്ത പരിപൂർണമായ പരിശുദ്ധയാണത്രേ അവർ. ദൈവിക സ്പർശമുണ്ടായത് മുതൽ അതുണ്ടായിട്ടില്ലെന്നാണ്. എന്നാൽ ഗായത്രി വരികൾക്കിടയിലൂടെ പറയുന്നത് അത് ശുദ്ധ അസംബന്ധമാണ്. അത് ശുദ്ധ അസംബന്ധമാണ്. ആർത്തവമുള്ള നാളുകളിൽ ദർശനം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എന്നോട് അമ്മ പിന്നിൽ നിൽക്കാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. എന്തിനായിരുന്നു എന്നോട് എന്റെ പിന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞിരുന്നത്? തൂവള്ള വസ്ത്രത്തിൽ, തൂവള്ള സാരിയിൽ രക്തത്തിന്റെ കറകളോ പാടുകളോ ഉണ്ടെങ്കിൽ അത് മറച്ചു പിടിക്കാനായിരുന്നു എന്നോട് അങ്ങനെ കൽപ്പിച്ചിരുന്നതെന്ന് ഗായത്രി എഴുതുകയാണ്. ഈ നിലയ്ക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ആശ്രമത്തെ നാറ്റിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകും. അതുകൊണ്ട് ഇത്തരം ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിനക്ക് സ്വന്തമായി ഒരാശ്രമം പണിതു തരാമെന്ന അഭ്യർത്ഥനയും ദൂതന്മാരിലൂടെ തന്റെ മുമ്പിൽ സമർപ്പിച്ചു എന്ന് വരികൾക്കിടയിലൂടെ ഗായത്രി വീണ്ടും വിശദീകരിക്കുകയാണ്. ഇതൊന്നും പറയരുത്. ഇതൊക്കെ പറഞ്ഞ് ആശ്രമം നാറ്റിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കരുത്. അതുകൊണ്ട് അടങ്ങുമോളെ, നിനക്ക് വിദേശത്ത് സ്വന്തമായി ഒരാശ്രമം പണിതു തരാം, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിത്തരാം. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോ ശതകോടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അതിന്റെ വിവരങ്ങൾ പുസ്തകത്തിന്റെ വരികളിൽ കാണാം. ഇന്ത്യ രാജ്യത്തല്ല, വിദേശ രാജ്യങ്ങളിൽ, വിദേശ ബാങ്കുകളിൽ കോടിക്കണക്കിന് സ്വത്തുണ്ട്, അതിന്റെ സ്ഥിതിവിവര കണക്കുകൾ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് അമ്മയുടെ അമാനുഷിക സിദ്ധികൾ നിറം പിടിപ്പിച്ച് പറയേണ്ടത് ഗായത്രിയുടെ ചുമതലയായിരുന്നു അത്രേ. ഉഷാറായിട്ട് കറാമത്തുകളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ആളുകൾക്ക് നിറം പിടിപ്പിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ചുമതല, അതിനുവേണ്ട കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നത് വേറെ ആരുമല്ല, അമ്മ തന്നെയായിരുന്നു. കഥകളുടെ ഉദാഹരണങ്ങളും പുസ്തകത്തിന്റെ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാനാവും. മാത്രമല്ല, ഒരവസരത്തിൽ പോലീസ് റെയ്ഡ് ഉണ്ടാകുമെന്നൊരു അഭ്യൂഹം പടർന്നുവെന്നാണ്. ആ ഒരു അഭ്യൂഹം പടർന്ന സാഹചര്യത്തിൽ കിടക്കമുറിയിൽ സൂക്ഷിച്ചു വെച്ച പണവും സ്വർണ്ണക്കൂമ്പാരങ്ങളും ഒളിപ്പിച്ചു വെക്കാൻ അമ്മ ഓർഡർ കൊടുത്തു അത്രേ. അങ്ങനെ നഗ്നമായ സത്യങ്ങൾ പലതും പുസ്തകത്തിന്റെ താളുകളിലൂടെ വിശദീകരിക്കപ്പെട്ടു. എന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്തതും നിങ്ങൾക്ക് കേൾക്കാൻ പ്രയാസമുണ്ടാകുന്ന സംഗതികളും അതിലുണ്ട്. പക്ഷേ ഞാൻ സൂചനകൾ നൽകുകയാണ്. അത്തരം വിഷയങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നുപോകാൻ കഴിയില്ലല്ലോ. ആൾ ദൈവമായി ചമഞ്ഞു ജനങ്ങൾക്ക് മോക്ഷവും സമാധാനവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം ആൾ ദൈവങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിലേക്കുള്ള സൂചനയാണ് നൽകുന്നത്. തനിക്കടുത്ത ബന്ധമുള്ള ആളുകളോട് അവർ നടത്തുന്ന ലൈംഗികമായ തോന്നിവാസങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ആശ്രമത്തിലെ തന്റെ അടുത്ത സന്യാസിമാർ അവര് പലരും തന്നെ വളരെ മോശമായ നിലയ്ക്ക് ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയ സംഭവങ്ങൾ പുസ്തകത്തിന്റെ വരികളിലൂടെ നമുക്ക് കാണാനാകും. ഗായത്രി എന്ന വനിത മാനസികമായി ഏറ്റ മുറിവ്, ആ മുറിവിന്റെ ഫലമായി അവർ എഴുതുകയാണ്. ഒക്കെ നിങ്ങൾ സ്ഥിരമായി നമ്മുടെ നാട്ടിൽ പല നിലക്കുള്ള ചാനലുകളും, ഈ ചാനലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഈ നിലക്കുള്ള ആത്മീയ ചൂഷണങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ് ചാനലുകൾ നൽകുന്നത്. അതിനവർക്ക് സ്പോൺസർഷിപ്പുകളുണ്ട്, അതിനവർക്ക് സംവിധാനങ്ങളുണ്ട്. ടിവികളിൽ ആത്മീയ പ്രഭാഷണം നടത്താൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന കക്ഷികളുണ്ട് അല്ലേ, ഈ നിലക്കുള്ള ആളുകൾ.
സ്ഥിരമായി ടിവിയിലൊക്കെ ആത്മീയ പ്രഭാഷണം നടത്തുന്ന വിദ്വാനാണത്രേ കൂടുതൽ ഈ പണി ഒപ്പിച്ചതെന്ന് വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് ബോധ്യമാകും. ഭോഗരീതികൾ വരെ അതിൽ പറയുന്നുണ്ട്. വിശദീകരിക്കാൻ പ്രയാസകരമാണ്. ഇന്ത്യയും യൂറോപ്പുമൊക്കെ മാറി മാറി ഉപയോഗിച്ച ശേഷമാണത്രേ പുള്ളി ആത്മീയ പ്രഭാഷണം നടത്തിയിരുന്നത് എന്ന് ചുരുക്കം. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല സഹോദരങ്ങളെ. ഈ നിലക്ക് നഗ്നമായ സത്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതൊക്കെ അന്വേഷിക്കേണ്ടതാരാണ്? നമ്മുടെ സർക്കാരുകളാണ്. അതല്ലെങ്കിൽ ആ സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ടത്. പക്ഷേ അതൊക്കെ അന്വേഷിക്കുവാനും ഇത്തരം ആത്മീയ തോന്നിവാസങ്ങളെ തടയിടുവാനും കെൽപ്പുള്ള ഭരണകർത്താക്കൾ ഈ ഭൂമിയിൽ ഇനി ജനിച്ചിട്ട് വേണമെന്നും മാത്രം. നമ്മുടെ നാട്ടിലെ മന്ത്രിമാരും ഭരണകർത്താക്കളും ഈ അമ്മയുടെ ആശ്രിതരാണ്. പറയാതിരിക്കാൻ വയ്യ. പ്രതികരിക്കാൻ വരെ പലർക്കും പേടിയാണ്. ചില ആളുകളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ചില വിമർശനങ്ങളൊക്കെ ഇതിനെ സംബന്ധിച്ച് ചില സൂചനകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ഉന്നത തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ വന്നപ്പോ പിൻവലിച്ചു. എന്നിട്ട് പറഞ്ഞു അതെന്റെ വ്യാജ പ്രൊഫൈലിൽ ആരോ ചെയ്തതാണ്, എന്റെ ഒറിജിനൽ അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് മാളത്തിലേക്ക് തന്നെ ഒളിക്കുകയാണ് പലരും ചെയ്തത്. രാഷ്ട്രീയക്കാർ അവര് ലക്ഷ്യമിടുന്നത് വോട്ട് ബാങ്കാണ്. അവർക്ക് പ്രതികരിക്കാൻ സാധ്യല്ല. ഉന്നതന്മാരെന്ന് അവകാശപ്പെടുന്ന മന്ത്രിമാരും അതേപോലെ പേര് പറയുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. മുസ്ലിം നാമധാരികളായ മന്ത്രിമാരുമൊക്കെ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരും ഈ അമ്മയുടെ ആശ്രിതരും ഈ അമ്മ കോശാന പാടുന്നവരുമാണ്. ഈയടുത്ത് നമ്മുടെ മലയാളക്കരയിൽ മുസ്ലിം പേര് ധരിച്ച, മുസ്ലിമാണെന്ന് എനിക്ക് പറയാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ ഒരു മുസ്ലിം പേരുള്ള പവിത്രമായ ഇസ്ലാമിന്റെ ഒരു പേര് ചൂഷണം ചെയ്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രി ഈ ആൾ ദൈവത്തിന്റെ അടുക്കൽ പോയി മദ്ഹ് പാടിയത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ കേട്ടതാണ്. എന്താണ് ആ മന്ത്രി പറഞ്ഞത്? അമ്മക്ക് തുല്യമായി അമ്മ മാത്രമേ ഈ ലോകത്തുള്ളൂ, യാതൊരു സംശയവുമില്ല. ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരാധിക്കുന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അമ്മ മാത്രമാണ്. മന്ത്രി പറയണം. കരുണാനിധിയിൽ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മ തന്നെയാണ്. അമ്മക്ക് മരണമെന്നത് ഒരിക്കലും ഉണ്ടാകില്ല. എന്നാലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിം പേരുള്ള ഒരു മന്ത്രിയുടെ സ്ഥിതിയാണിത്. ഇതേപോലെയുള്ള അഭ്യസ്ത വിദ്യരും വിവരമുണ്ടെന്ന് അവകാശപ്പെടുന്നവരും ഭൗതിക മേഖലയിൽ വിവരം നേടിയവരുമൊക്കെ ആൾ ദൈവങ്ങളുടെ കരാള ഹസ്തങ്ങളിലാണ്. ഇവരാണ് ഇവരെ വളർത്തുന്നത്. ഇങ്ങനെയുള്ള ടീമുകളാണ് ഇവരെ വളർത്തുന്നത്. ഇവർ ആലോചിച്ച് നോക്ക്. ഇത്ര ചർച്ചയായിട്ട്, ഇത് ലോകത്തന്നെ ആകമാനം ചർച്ചയായിട്ട് നമ്മുടെ മലയാളക്കരയിൽ കുറെ മുത്തശ്ശി പത്രങ്ങളുണ്ടല്ലോ. ആ മുത്തശ്ശി പത്രങ്ങൾ ഇതൊന്നും അറിഞ്ഞതായി പോലും നടിക്കുന്നില്ല. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും പത്രങ്ങളുടെ ആദ്യ പേജുകളിൽ അമ്മയെക്കുറിച്ചുള്ള പരസ്യം. അവരേത് മലയാളക്കരയിലാണോ ജീവിക്കുന്നത്? അവരിതൊന്നും അറിഞ്ഞില്ലല്ലോ. എന്താ ഇത് നമ്മെ പഠിപ്പിക്കുന്നത്? ആത്മീയ വ്യവസായത്തിൽ മുഖ്യധാരാ പത്രങ്ങൾക്ക് എത്രത്തോളം ഷെയർ ഉണ്ട് എന്നതിലേക്കല്ലേ ഇത് നമുക്ക് സൂചന നൽകുന്നത്? എല്ലാവരും കണക്കാ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ കണക്കാണ്. എല്ലാവരെയും നോക്കൂ. നിങ്ങൾ നോക്കൂ. ഈ ആൾ ദൈവത്തെക്കാൾ വലിയൊരു ചൂഷകനായ വലിയൊരു ആൾ ദൈവം ഉണ്ടായിരുന്നു. ആ ആൾ ദൈവം കഴിഞ്ഞ ദിവസം കേരളക്കര സന്ദർശിച്ചു. കേരളത്തിലെത്തിയ ആ ആൾ ദൈവത്തോടൊപ്പം വേദി പങ്കിട്ടതും കെട്ടിപ്പിടിച്ചതും പാണക്കാട്ടെ ഒരു തെങ്ങൽ. എങ്ങനെയെങ്കിലും പോയി പെട്ടതല്ല. പിന്നെയോ അറിഞ്ഞ് ആശീർവദിക്കാൻ പോയത് തന്നെയാണ്. എന്തൊരു സ്ഥിതിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊരു പ്രയാസമാണ്, എന്തൊരു പ്രയാസം നിറഞ്ഞ സാഹചര്യമാണ്. ഇങ്ങനെയുണ്ടോ ഒരവസ്ഥ? ഇതേതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് മാത്രം പറയുന്ന കാര്യമല്ല. എല്ലാ മതങ്ങളിലുമുണ്ട്, എല്ലാ മതത്തിലും ഈ ചൂഷണമുണ്ട്. എല്ലാ മതങ്ങളിലും ആത്മീയ രംഗത്ത് തട്ടിപ്പുകളുണ്ട്. നബിയുടെ മുടിയും നബി ഉപയോഗിച്ച പാത്രങ്ങളുമാണെന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ഒരു മുസ്ലിയാരില്ലേ നമ്മുടെ നാട്ടിൽ?
വിശ്വസിക്കാൻ തയ്യാറായി നിൽക്കുന്ന, വിശ്വസിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന, ബുദ്ധിമാന്യം സംഭവിച്ച ഒരനുയായി വൃന്ദമുള്ളിടത്തോളം കാലം ഇനിയും പലരും നമ്മുടെ കേരളത്തിലേക്ക് വരാനിരിക്കുന്നു. ഇപ്പൊ ചട്ടിയേ വന്നിട്ടുള്ളൂ. ഇനി എന്തെല്ലാം വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ വിറ്റ് ബുദ്ധിശാലികളായ ശൈഖുനമാർ BMW കാറുകളിൽ ജീവിതം മടിച്ചു പൊളിക്കുമ്പോ പൊട്ടന്മാരായ അനുയായികൾ തക്ബീർ വിളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്തൊരവസ്ഥയാണ് സഹോദരങ്ങളെ! എല്ലാവരും ഈ നിലക്ക് ആത്മീയ ചൂഷണങ്ങളുമായി മുന്നേറുമ്പോൾ സെൽഫികളെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാതിരിക്കാൻ നിർവാഹമില്ല. നമുക്ക് വോട്ട് ബാങ്കുകളില്ല, നമ്മൾ വോട്ട് ലക്ഷ്യമിടുന്നില്ല, നമുക്ക് ഭൗതികമായ ഇതിന്റെ പേരിൽ മറ്റു നേട്ടങ്ങളൊന്നും നമ്മൾക്ക് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? ജനങ്ങളുടെ കൈകളിൽ നിന്ന് ഇവർ തട്ടിയെടുക്കുന്ന പണം, വലിയ വലിയ കോടികളാണ് ഇവർ ജനങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുന്നത്. ആ കോടികൾ ജനങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഇവർക്കെതിരെ പ്രതികരിക്കുന്നത്. പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇവർ ജനങ്ങളുടെ പണം പോക്കറ്റടിക്കുകയാണ്. അമ്മയുടെയൊക്കെ ബാങ്ക് ബാലൻസ് എത്രയാണ് എന്ന് ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലൂടെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ മുമ്പ് കാലിയായ ബാബയുടെ അയാളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്രയാണ് ബാലൻസുകളെന്ന് പത്രങ്ങളിലൂടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതേപോലെ ആർട്ട് ഓഫ് ലീവിംഗ് എന്ന് അവകാശപ്പെടുന്ന ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് ഈ നിലക്കുള്ള കള്ളസ്വാമിമാരുടെയും ദീവിമാരുടെയും തങ്ങന്മാരുടെയും അതുപോലെ തന്നെ ഈ നിലക്ക് ചൂഷണം ചെയ്യുന്ന സർവ്വവർഗങ്ങളുമൊക്കെ ജനങ്ങളുടെ സമ്പത്തിനെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ നമുക്കതല്ല പ്രശ്നം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്താണെന്നോ, ജനങ്ങളുടെ കൈകളിലുള്ള സമ്പത്തിനെ അവർ തട്ടിയെടുക്കുന്നതിനേക്കാൾ അപകടം ഏതാണെന്നോ, മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ള ഈമാനിനെ അവർ പോക്കറ്റടിക്കുകയാണ്. ഈ നിലക്കുള്ള ദൈവങ്ങളെ കെട്ടിപ്പിടിക്കുന്നതാരാണ്? മറ്റു സമുദായങ്ങൾ പോകട്ടെ, തട്ടമിട്ട ഉമ്മമാരല്ലേ ഈ ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ആൾദൈവത്തെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം കാണുന്നത്? തട്ടമിട്ട ഉമ്മമാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന താരാട്ട് പാട്ട് കേട്ട് വളർന്ന മുസ്ലിം കുടുംബത്തിലെ ഉമ്മമാര്, പെണ്ണന്മാര്, അതേപോലെ തന്നെ ഉപ്പമാരല്ലേ ഇതേപോലെയുള്ള ആശ്രമത്തിൽ കടന്നു ചെന്നിട്ട് തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് വിശ്വസിച്ച് ഇവരെ കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, ഇവരുടെ കാൽക്കൽ വീഴുന്നു, എല്ലാമാണെന്ന് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാൻ ആവശ്യമായ നിലക്ക് നമ്മുടെ നാട്ടിലെ മതപുരോഹിതന്മാരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളെ ഈ നിലക്കുള്ള വിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ നയിക്കുകയാണ്. അവർ പറയുന്നു ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, മറിച്ച് ആരുടെ അടുക്കൽ പോയാലും ഒരു തകരാറുമില്ല. ദ്വാരങ്ങളിൽ പോയാലും അതേപോലെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയാലും അതുപോലെ തന്നെ മറ്റുള്ള കേന്ദ്രങ്ങളിൽ പോയാലും തകരാറില്ലെന്ന നിലക്കുള്ള വിശ്വാസമാണ് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഒരു അപകടമല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്? ഇങ്ങനെ ജനങ്ങളുടെ ഈമാൻ നഷ്ടമായാൽ അവർ ചെന്നെത്തുന്നത് നരകത്തിലേക്കായിരിക്കും. അവർക്ക് നഷ്ടമാകുന്നത് വമ്പിച്ച നഷ്ടമാണ്. മോക്ഷം അവർക്ക് നഷ്ടമാവുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കൈകളിലുള്ള സമ്പത്ത് അവർ തട്ടിപ്പറിക്കുകയല്ലോ. അല്ലെ, മാതാമൃതാനന്ദമായി വന്ന്, അല്ലെങ്കിൽ ഈ അമ്മ വന്ന്, അതല്ലെങ്കിൽ വേറെയുള്ള ഈ ആൾ ദൈവങ്ങൾ വന്ന് ഞങ്ങളുടെ കൈകളിലുള്ള സമ്പത്ത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നതല്ലോ. പിന്നെയോ വളരെ വിനയത്തോടെ ആ ആശ്രമത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയല്ലേ. എന്താ വേണ്ടത്? ആ ആശ്രമത്തിലേക്ക് ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങളുടെ മഠങ്ങളിലേക്ക് ഒഴുകുന്ന ഒഴുക്കിനെയാണ് തടയിടേണ്ടത്. അതിനാവശ്യമായ പണിയെടുക്കേണ്ടത്. അതല്ലാണ്ട് കുറെ ആളുകൾ പോയി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ഇതിന് അന്തിമ പരിഹാരമല്ല, മറിച്ച് അതിലേക്ക് ഒഴുകുന്ന ഒഴുക്ക് നിൽക്കണം. ആ ഒഴുക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തടയിടേണ്ടത്. അതിനെന്ത് വേണം? മനുഷ്യരുടെ മനസ്സ് നന്നാകണം. എന്താണ് ശരിയായ ആത്മീയത എന്ന് മനുഷ്യരെ പഠിപ്പിക്കണം. ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോയാൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. എന്റെ കച്ചവടത്തിൽ എനിക്ക് പുരോഗതി കിട്ടും, മനസ്സമാധാനം കിട്ടുമെന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, മനുഷ്യരെ ഇതൊന്നും ശാശ്വത പരിഹാരമല്ല. പിന്നെയോ ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്?
എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആരോട് സംസാരിച്ചാലും എല്ലാവർക്കും പറയാനുള്ളത് അസ്വസ്ഥതകളെ സംബന്ധിച്ചാണ്, കുടുംബപരമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ്, മാരകരോഗങ്ങളെ സംബന്ധിച്ചാണ്, കടക്കടയെ സംബന്ധിച്ചാണ്, മനസ്സമാധാനമില്ലായ്മയെ സംബന്ധിച്ചാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ മനസ്സമാധാനത്തെ സംബന്ധിച്ചാണ്. എങ്ങനെ മനസ്സമാധാനം നേടാൻ കഴിയും എന്ന ചർച്ചയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ മനുഷ്യന്റെ ദൗർബല്യത്തെയാണ് ഇത്തരം ആളുകൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം മാനവരാശിയോടൊന്നടങ്കം പറയുന്നു, മനുഷ്യരെ, സമാധാനത്തിനുള്ള പരിഹാരമെന്ത്, ശാശ്വത പരിഹാരമെന്ത്? ഒരുപക്ഷെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ആളുകളിൽ ചില അനുഭൂതികളൊക്കെ ഉണ്ടായെന്ന് വരാം. അങ്ങനെയാണല്ലോ ഗായത്രി ഗെയിൽ ട്രാഡ്വെൽ 20 കൊല്ലം ഈ അമ്മയുടെ പിന്നാലെ നടന്നു. വൈകിയാ ബോധമുണ്ടായത്, അവസാനം ആ ബോധമുണ്ടായത് അവസാനമാണ്. താൻ വന്നുപെട്ടിരിക്കുന്ന ഈ നരകത്തിന്റെ പ്രയാസം അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, ശാശ്വതമായ പരിഹാരം ഒന്നേ ഉള്ളൂ. മനുഷ്യനോട് പറയുന്നു, മനുഷ്യ, ഈ ലോകത്ത് ഒരു കേന്ദ്രത്തിനും നിനക്ക് ശാന്തി തരാനാവില്ല. ശാന്തിയുടെ കേന്ദ്രം നിന്നെ പടച്ച സൃഷ്ടാവാണ്, നിന്നെ പടച്ച നാഥനാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു വളരെ കൃത്യമായി ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം ഖുർആനിലെ സൂറത്തുർ റഅദ് 28ാമത്തെ സൂക്തമാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. യാ അല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസികൾ, ആ സത്യവിശ്വാസികളായ ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ സമാധാനമടയുന്നു, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രം, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാൽ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, അലാ, അറിഞ്ഞേക്കണേ ജനങ്ങളെ, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് എന്ന് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കമുണ്ടാകൂ, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകൂ. നമുക്ക് ശാന്തി വേണോ? നമുക്ക് സമാധാനം വേണോ? എന്ത് വേണം? അല്ലാഹുവിനെ സംബന്ധിച്ച്, ഈ ലോകത്തിന്റെ സത്താവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം വേണം. അവനെ ഓർക്കാനാകണം, അവനെ കുറിച്ച് ചിന്തിക്കാനാകണം. എന്റെ പ്രശ്നങ്ങൾക്ക് എനിക്ക് പരിഹാരം നൽകാൻ ആ റബ്ബിന് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അല്ല പറയുന്നത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ജനങ്ങളെ, ദരിദ്രരാണ് നിങ്ങൾ, അല്ലാഹുവിലേക്ക് ദരിദ്രരാണ്. വല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹു അവൻ സ്തുത്യർഹനും ഐശ്വര്യവാനുമാണ്. മനുഷ്യരൊക്കെ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. നമ്മളൊക്കെ ഫക്കീറമാരാണ്. സർവ്വ മനുഷ്യരെയും വിളിച്ചിട്ടല്ലേ അല്ല പറഞ്ഞത്? നിങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ദരിദ്രന്മാരാണ്, അല്ലാഹുവിലേക്ക് കൈമലർത്തേണ്ടവരാണ് നിങ്ങൾ. ഈ ഒരു സത്യം ജനങ്ങൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ സർവ്വവിശ്വാസങ്ങളെയും ഇസ്ലാം പഠിപ്പിച്ചു. എന്താ ഇത്തരം കേന്ദ്രങ്ങൾക്ക് അവകാശപ്പെടാറുള്ളത്? ഭാവി അറിയും, മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് അവകാശപ്പെടാത്ത ഒരൊറ്റ കേന്ദ്രമില്ല, ഒരൊറ്റ കേന്ദ്രമില്ല. ഈ നിലക്കുള്ള എല്ലാ ചൂഷണ കേന്ദ്രങ്ങളും, അല്ലേ, അത് കാഷായ വസ്ത്രം ധരിച്ചവനാണെങ്കിലും, അതല്ല പച്ചശാല പുരച്ചവനാണെങ്കിലും, ലോഹയുടെ നടുവിൽ ബെൽറ്റ് കെട്ടിയ അച്ഛനാണെങ്കിലും, അതല്ല തങ്ങളാണെന്നും ബീവിയാണെന്നും പറഞ്ഞ് ചമയുന്നവരാണെങ്കിലും, സ്വാമിമാരാണെങ്കിലും, മതവ്യത്യാസമില്ലാതെ എല്ലാ വർഗങ്ങളും അവകാശപ്പെടുന്നതെന്താണ്? ഞങ്ങൾക്ക് ഭാവി അറിയാം, ഭാവി അറിയാം, അല്ലേ, ഭാവി അറിയുമെന്ന് അവകാശപ്പെടുന്നവർ ഇസ്ലാം അവിടെ തന്നെ ചികിത്സ കൊടുത്തു, അവിടെ തന്നെ ചികിത്സിച്ചു. ഇതാ മനുഷ്യരെ അവിടേക്കുള്ള ഒഴുക്കിന്റെ തടയിടാൻ ആവശ്യമായ വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചു. അന്തിമവേദ ഗ്രന്ഥമായ ഖുർആൻ പറഞ്ഞതെന്താണ്? പ്രവാചകരെ എന്ന് ലോകത്തോട് പറയും, ലോകത്തോട് പറയും, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. ലാ യഅലമു, അറിയുകയില്ല തന്നെ, മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളവരാരാകട്ടെ, അൽ ഗൈബ, അദൃശ്യകാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ അവരറിയുകയില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാളും അറിയുന്നതേ അല്ല. മറഞ്ഞ കാര്യങ്ങൾ ആരും അറിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ കഴിയൂ.
ഒരു തങ്ങൾക്കും അറിയാൻ കഴിയൂല, ഒരു ബാബക്കും അറിയാൻ കഴിയൂല, ഒരമ്മക്കും കഴിയൂല, ഒരു സ്വാമിക്കും കഴിയൂല, ആർക്കും കഴിയൂല. നിങ്ങൾ നോക്കൂ, റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർ, ആ പ്രവാചകന്മാര് വരെ മറന്ന കാര്യം അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ തന്നെ അള്ളാഹുവിനെ ഏറെ പ്രിയങ്കരമായിരുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടായിരുന്ന 5 പ്രവാചകന്മാർ: നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലുൽ അസ്മി, മഹാന്മാരായ 5 പ്രവാചകന്മാർ. അവരിൽ തന്നെ ലോകം കണ്ട പ്രവാചകന്മാരിലും മനുഷ്യരിലും നേരെ ശ്രേഷ്ഠനായ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന് പോലും മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത മറഞ്ഞ കാര്യങ്ങൾ അവിടത്തേക്ക് അറിയാമായിരുന്നില്ല. അല്ലേ? റസൂലിന്റെ മുമ്പിൽ ഒരിക്കൽ അതാ കുറച്ചാളുകൾ കേസുമായി വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആമുഖമായി പറയുകയാണ്, നിങ്ങളിൽ ഒരുപക്ഷെ ചില ആളുകൾക്ക് വാചാലമായി സംസാരിക്കാൻ കഴിയും. അങ്ങനെ തന്റെ സഹോദരന്റെ അവകാശം കള്ളം പറഞ്ഞ് നേടിയെടുക്കാൻ ചില ആളുകൾക്ക് കഴിയും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, വാദിയോടും പ്രതിയോടും റസൂൽ പറയാണ്, വാചാലമായി സംസാരിച്ച് തന്റെ സഹോദരന്റെ അവകാശം ആരെങ്കിലും എന്റെ അടുക്കൽ നിന്ന് അന്യായമായി ഞാനത് സത്യമാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വിധിച്ചു തരുകയാണെങ്കിൽ നരകത്തിന്റെ ഒരു കഷ്ണമാണ് നിങ്ങൾക്ക് ഞാൻ വിധിച്ചു തരുന്നത് എന്ന്, പകുത്തു നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സമൂഹത്തോട്, അനുയായികളോട് പറഞ്ഞിരുന്നത്. വരുന്നവന്റെ മനസ്സ് വായിക്കാൻ അവിടത്തേക്ക് കഴിയുമായിരുന്നില്ല. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ കൊഴിച്ചു വെച്ച ചതിക്കുഴിയിൽ വീണ് നെറ്റിയിൽ നിന്ന്, അവിടുത്തെ ആ ശരീരത്തിലെ നെറ്റിയിൽ നിന്ന് രക്തം പൊട്ടിയൊഴുകിയപ്പോ താൻ നടന്നു പോകുന്ന അടുത്ത കാല് വെക്കുന്നത് ശത്രുക്കൾ കൊഴിച്ചു വെച്ച ചതിക്കുഴിയാണ് അവിടെ എന്ന് മനസ്സിലാക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പിന്നെ ആർക്കാണ് സാധിക്കുക? അതുകൊണ്ട് ലോകത്ത് ഭാവി എറിയുമെന്ന് അവകാശപ്പെടുന്ന മുഴുവൻ കക്ഷികളും കള്ളമാണ് പറയുന്നതെന്ന തിരിച്ചറിവ് എന്നാണോ മനുഷ്യർക്കുണ്ടാകുന്നത്, അപ്പോഴേ ഇത്തരം ചൂഷണ കേന്ദ്രങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ സാധ്യമാകുള്ളൂ. ഇങ്ങനെയൊക്കെ ചർച്ചയായിട്ടും ഇതിനെ ന്യായീകരിക്കുന്ന എത്ര ആളുകളില്ലേ മീഡിയകളിലൂടെ പ്രത്യക്ഷപ്പെട്ട്? അതൊക്കെ ആരോപണം മാത്രമാണ്, അതൊന്നും അങ്ങനെയല്ല, അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയും ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം അതൊക്കെ ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ പേരിൽ പരിചാരാൻ മടിയില്ലാത്ത ചില കക്ഷികളെ നിങ്ങൾ മീഡിയകളിലൂടെ കണ്ടില്ലേ, വായിച്ചില്ലേ, അറിഞ്ഞില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം കഷ്ടമാണ്, പ്രയാസമാണ്. ഇസ്ലാം പറഞ്ഞു മനുഷ്യ, നിന്റെ മനസ്സ് വേവലാതിപ്പെടുന്നത് ഒന്നെങ്കിൽ കിട്ടാത്തത് കൊണ്ടായിരിക്കും. അല്ലേ? നീ ആഗ്രഹിച്ചൊരു സംഗതി കിട്ടിയില്ല, കിട്ടിയ തന്നെ നിനക്ക് തികഞ്ഞില്ല, കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ജീവിതത്തിൽ വിഷമം സഹിക്കുന്നത് കൊണ്ടായിരിക്കും. എങ്കിൽ നിന്റെ മനസ്സിനെ പഠിപ്പിച്ചോ, മുസ്ലിമേ, നിന്റെ മനസ്സിനെ നീ പഠിപ്പിച്ചോ. എങ്കിൽ എന്താ നിസ്കാരം കഴിഞ്ഞാൽ നീ പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ നൽകിയത് തടയാൻ ഒരാളുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഇതാ മുസ്ലിം പറയുന്നത് നിസ്കാരശേഷം ഒരാൾക്കും, ഒരു ശുദ്ധനും, ഒരമ്മക്കും, ഒരു ബീവിക്കും, ഒരച്ഛനും, ഒരു മുസ്ലിയാർക്കും ആർക്കും സാധ്യമല്ല നീ തരാത്തത് കൊണ്ടുവന്ന് തരാൻ, നീ തന്നത് തടയാനും സാധ്യമല്ല. ഇത് മനസ്സിനെ പഠിപ്പിച്ച ഒരു മുസ്ലിമിന് സമാധാനമില്ലേ സഹോദരങ്ങളെ? അവന്റെ മനസ്സിന്റെ സമാധാനം എത്രയാണ്? അവൻ ഇത്തരം ചൂഷണങ്ങളിൽ അകപ്പെടുമോ? ചൂഷണങ്ങളിൽ വഞ്ചകനാകേണ്ടി വരുമോ? വരികയില്ല. നിങ്ങൾ നോക്കൂ, മക്കളെ കിട്ടാനല്ലേ പോകുന്നത്? ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഒരുപാട് കാലായി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ അവസാനം നമുക്ക് ആശ്രമത്തിലൊന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ ആ തങ്ങളടുത്തൊന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ ആ ദീപിന്റെ അടുത്തൊന്ന് പോയി നോക്കാം. എന്തിനു പോകും, എങ്ങനെ പോകും ഒരു മുസ്ലിം? ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ചൂഷണങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് പറയുന്നത്. എങ്ങനെ പോകാൻ കഴിയും?
എന്താ ഖുർആൻ മുസ്ലിമിനെ പഠിപ്പിച്ചത്? നിന്റെ സൃഷ്ടാവിനോട് നീ പ്രാർത്ഥിച്ച് അതിനാവശ്യമായ ഭൗതികമായി എന്തൊക്കെ ചികിത്സകളെ അനുവദിക്കപ്പെട്ട ചികിത്സകളുണ്ടോ അത് നടത്തിയിട്ട് നിന്റെ രക്ഷിതാവിങ്കിലേക്ക് കൈമലർത്തിയിട്ട് അവനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂട്. അവനെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുന്നേറി. അവൻ നിനക്ക് തരാതിരിക്കില്ല. അവൻ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, നടപ്പുകളോട് അങ്ങേയറ്റം അനുകമ്പയുള്ളവനാണ്. ഖുർആൻ ചരിത്രം പഠിപ്പിച്ചില്ലേ? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്ലാമിന്റെ ആദർശപിതാവാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹുവിനോട് അടുത്തുപോയ മുഖറബായ പ്രവാചകനായിട്ട് പോലും പ്രവാചകർ സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ ദീർഘകാലഘട്ടത്തിൽ അവിടുത്തെ ജീവിത ആയുഷ്കാലം മുഴുവനും അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, നാഥാ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ തരണമേ എന്നും. സൃഷ്ടാവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂടുന്നു. തപിക്കുന്ന മനസ്സുമായി, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അള്ളാഹുവിലേക്ക് കൈമലർത്തി നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം അള്ളാഹു തീരുമാനിക്കുന്നു തന്റെ പ്രവാചകന് ഒരു സന്താനത്തെ നൽകണമെന്ന്. മാലാഖമാരെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് അയക്കുകയാണ്. ഖുർആൻ അതാ സാഹചര്യം വിശദീകരിക്കുന്നു. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം. അതാ പ്രവാചകന്മാര് വന്ന്, മാലാഖമാര് വന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയുന്നു, ഇതാ നിങ്ങൾക്ക് ഒരു സന്താനമുണ്ടാകാൻ പോകുന്നു എന്ന സുവിശേഷം അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം അതാ ഉടൻ തന്നെ പ്രതികരിക്കുന്നു, അബശ്ശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ. എനിക്ക് വാർദ്ധക്യം ബാധിച്ച്, എന്റെ തൊലികൾക്ക് ചുളിവ് ബാധിച്ച് ഞാൻ ഈ വാർദ്ധക്യത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ട് എങ്ങനെയാണ് ഒരു മോനുണ്ടാകുന്നത്, ഒരു സന്താനമുണ്ടാകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്? അതാ മലക്കുകൾ പറയുന്നു, കാലോ അവർ പറയുകയാണ്, ബശ്ശർനാക ബിൽ ഹഖി ഫലാ തകുൻ മിനൽ ഖാനിതീൻ. ഞങ്ങളിതാ സത്യപ്രകാരമാണ് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആശയറ്റുപോയവരുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ. ഉടൻ തന്നെ മഹാനായ പ്രവാചകനെ ഓർമ്മ വരികയാണ്, ഞാനൊരു മുസ്ലിമല്ലേ, ഞാൻ എന്റെ റബ്ബിന്റെ മതത്തിലല്ലേ, ആ മതമല്ലേ ഞാൻ പ്രബോധനം ചെയ്യുന്നത്. എന്റെ നാഥനെ കുറിച്ച് ഒരിക്കലും ഞാൻ നിരാശനായാൻ പാടില്ലല്ലോ. ഉടൻ തന്നെ മഹാനഗരികൾ പറയുകയാണ്, ഖാല വമൻ യഖ്നതു മിൻ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ. വഴിപിഴച്ചവര് മാത്രമേ രക്ഷിതാവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആശയിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിരാശയില്ല, എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോ അല്ലാഹു സന്താനത്തെ പ്രദാനം ചെയ്തില്ലേ. ഒരു കേന്ദ്രത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല മുസ്ലിമിന്. ആ നിലക്കുള്ള കളങ്കമറ്റ വിശ്വാസമല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ചില ആളുകൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകാറുള്ളത് എങ്ങനെയാണ്? കളഞ്ഞുപോയ സാധനം കിട്ടാനല്ലേ. ഒരു സാധനം കളഞ്ഞുപോയാൽ അത് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ തങ്ങളെ അടുത്ത് പോകണം, അതല്ലെങ്കിൽ ബീവിയുടെ അടുത്ത് പോകണം, അതല്ലെങ്കിൽ അമ്മയുടെ ആശ്രമത്തിൽ പോകണം, അതല്ലെങ്കിൽ ബാബയുടെ അടുക്കൽ പോകണം, അതല്ലെങ്കിൽ ഈ ചൂഷകവർഗത്തിന്റെ കേന്ദ്രങ്ങളിൽ പോകണം. എന്നാൽ ഇസ്ലാം പറയുന്നു, അതാ ഒരു മോന് കളഞ്ഞുപോയ പ്രവാചകന്റെ കഥ പറയുകയാണ്. സ്വന്തം മോനാണ് കളഞ്ഞുപോയത്, കാണാതെ പോയത്. ഒരു വാപ്പയുടെ വേദന എത്രയായിരിക്കും? കരളിന്റെ കഷ്ണമായ, ഹൃദയത്തിന്റെ പുഷ്പമായ പൊന്നാര മോന്, ഏറെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുമോന്, ആ മോനെ കാണാതായാൽ ഒരുങ്ങളുടെ വേദന, ഒരുത്തയുടെ വേദന എത്രയായിരിക്കും സഹോദരങ്ങളെ? ഖുർആനതാ പറയുന്നു, ഒരു മോനെ കാണാതായ പ്രവാചകൻ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. കാണാതായി മോനെ, ഒരുപാട് കാലം പ്രയാസം സഹിച്ചു കഴിഞ്ഞുകൂടി, കണ്ണിന്റെ കാഴ്ച പോയി, കണ്ണ് ഒഴിച്ചുപോയി കരഞ്ഞിട്ട്. ആ കളഞ്ഞുപോയ മോനെ കിട്ടേണ്ട കാലം കഴിഞ്ഞിട്ട് കിട്ടിയില്ലാന്ന് മാത്രമല്ല, രണ്ടാമത്തെ മോനെയും കാണാനില്ല. എന്താ ചെയ്തത്? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയാണ്, ബാക്കിയുള്ള മക്കളെ വിളിക്കുകയാണ്. മക്കളെ വിളിച്ചിട്ട് പറയാണ്, എന്റെ മക്കളെ, യാ ബനിയ, എന്റെ കുഞ്ഞു മക്കളെ, ഇദ്ഹബൂ, നിങ്ങൾ പോകണേ, ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി, നിങ്ങൾ യൂസുഫിനെയും അവന്റെ സഹോദരനെയും ഒന്ന് അന്വേഷിക്കും മക്കളെ. വലാ തയഅസൂ മിൻ റൗഹില്ലാഹ്, അല്ലാഹു തരുന്ന ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകണ്ട കേട്ടോ. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികളായ ജനങ്ങൾ മാത്രമേ
അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആശ്രയിച്ചു പോകുകയുള്ളൂ, നിരാശരാകുകയുള്ളൂ. അതുകൊണ്ട് പോകൂ മക്കളെ, ഈജിപ്തിലേക്ക് പോകാതിന്റെ വിവിധ കവാടങ്ങളിലൂടെ, മിസ്റിന്റെ വിവിധ കവാടങ്ങളിലൂടെ കടന്നു ചെല്ല്. എന്റെ പൊന്നു മക്കളെ അന്വേഷിക്ക്, എവിടെയെങ്കിലും നല്ല വിവരവും കിട്ടണമെന്ന് അന്വേഷിക്ക്. എന്റെ റബ്ബ് കാരുണ്യവാനാണ്, തിരിച്ചു തരാതിരിക്കുകയില്ല. പ്രതീക്ഷയുമായി തന്റെ മക്കളെ പറഞ്ഞയക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആത്മീയ രംഗത്തുള്ള സർവ്വ ചൂഷണങ്ങളുടെയും നാരായണേറെടുക്കുന്ന വിശ്വാസമാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ കൃത്യമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് പഠിക്കലിലൂടെയല്ലാതെ, അതറിയുന്നതിലൂടെയല്ലാതെ ഈ ചൂഷണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. രാഷ്ട്രീയക്കാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഈ മാർഗത്തിൽ പ്രതികരിക്കുന്നവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ ആരെങ്കിലും ഈ അമ്മയുടെ ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല. ഇവരുടെയൊക്കെ കയ്യിൽ കോടികളുടെ ആസ്തിയുണ്ട്. പ്രതികരിക്കുന്നവരെ അടിച്ചൊടിക്കാനുള്ള ഭൗതിക സംവിധാനങ്ങളുണ്ട്, അല്ലേ? ഈ അമ്മ തന്നെ നടത്തുന്ന ആരുതാലയ ചികിത്സയുടെ ഏറ്റവും വലിയ ആളാണെന്നും പറഞ്ഞ്, ലോകത്തിന്റെ മുമ്പിൽ കാരുണ്യമാണെന്നും പറഞ്ഞ്, അല്ലേ? നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ വലിയ വലിയ കാരുണ്യമാണെന്നും പറഞ്ഞ്, അമ്മയെപ്പോലെ കാരുണ്യം ചെയ്യാൻ ആരുമില്ലെന്ന് പറഞ്ഞ് പച്ചമണ തട്ടിവിട്ട ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ? കാരുണ്യത്തിന്റെ പേരിൽ ആരുതാലയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ എന്താ? അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരെ കൃത്യമായി വേതനം കൊടുക്കുന്നില്ല. പ്രതികരിച്ചവരെ ഗുണ്ടകളെ വിട്ട് തച്ച് നിരത്തിയ സംഭവങ്ങൾ നിങ്ങൾ നെറ്റ്വർക്കുകളിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രതികരിച്ചവരെ അടിച്ച് ശരിയാക്കി. എന്നിട്ട് എന്താ പത്രങ്ങൾ എഴുതിയത്? ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടുള്ള ആലിംഗനം, അല്ലേ? മുഖത്തുള്ള പുഞ്ചിരി, ആ പുഞ്ചിരി ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടായിരുന്നു എന്ന്. ഇതാണ് ഇത്തരം കേന്ദ്രങ്ങളുടെ പിന്നാമ്പുറങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ നാഥൻകളിലേക്ക്, റബ്ബിങ്കലിലേക്ക് നമ്മൾ മടങ്ങാനുള്ള നമുക്കുള്ള ഗുണപാഠങ്ങളാണ്, മനുഷ്യർക്കുള്ള ഗുണപാഠങ്ങളാണ്. മാനവരാശിക്ക് മുമ്പിലുള്ള തികഞ്ഞ ഒരു വലിയ പാഠമാണിത്. എന്ത്? ഖുർആന്റെ പ്രഖ്യാപനം, അള്ളാഹുവിലേക്ക് ഓടാൻ സമയമായി ജനങ്ങളെ, ഓടൂ, അള്ളാഹുവിലേക്ക് ഓടൂ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ദൈവമെന്നല്ല, സാക്ഷാൽ ദൈവമായ, യഥാർത്ഥ ദൈവമായ, മരണമില്ലാത്ത, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, കാരുണ്യവാനായ, സ്നേഹവും അതേപോലെ തന്നെ സമാധാനവും നൽകുന്ന സൃഷ്ടാവിലേക്ക് മടങ്ങാനും ഓടാനും സമയമായിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ സംഭവങ്ങളിലൂടെ, സമാനമായ സംഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സർവ്വലോക പരിപാലകനായ നാഥൻ അവന്റെ ദീന് മനസ്സിലാക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഈ നിലക്കുള്ള ചൂഷണങ്ങളെ തുറന്നു കാണിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവ്വലോകനാഥൻ അവന്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച വളരെ കൃത്യമായ, ശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ പുൽകുവാനും അത് സ്വീകരിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു കർമ്മം അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ കർമ്മമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.